ഹലോ ഗൈസ്, ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും എല്ലാം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നോ ബോൺ ചീസ് കേക്കാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കല്ലുവിന് വേണ്ടിയും കാശിക്ക് വേണ്ടിയും വാങ്ങിച്ചിട്ടുള്ള ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റാണ് നമ്മൾ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. മിക്സിയുടെ ജാറിൽ ചെറുതായിട്ടല്ല നല്ല രീതിക്ക് അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ കല്ലുവിൻ്റെ ലഞ്ച് ബോക്സ് ആണ് കേട്ടോ. അതിനകത്താണ് നമ്മൾ ഇന്ന് കേക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെയറായിട്ട് നമുക്ക് കേക്കും ബട്ടറും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ബട്ടർ ഒരുക്കാനുള്ള ക്ഷമ എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ കൈകൊണ്ട് തന്നെ ഉടച്ചത് സെറ്റ് ചെയ്ത് നല്ലതായിട്ട് നമുക്കൊന്ന് റോൾ ചെയ്യാൻ പരുവാകുമ്പോഴത്തേക്ക് നമുക്കതിനെ ഒരു ഫസ്റ്റ് ലെയറായിട്ട് തന്നെ നമുക്കവിടെ സെറ്റ് ചെയ്യാം. അതിനുശേഷം ഒരു കവറോളം പാലെടുത്ത്, ഒന്നല്ല കേട്ടോ, 1.5 കവർ പാൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ വിനാഗിരിയൊക്കെ ഒഴിച്ച് ഇങ്ങനെ അതിനെ ഒന്ന് പിരിച്ചെടുക്കണം. പിന്നെ പാലിൽ നിന്ന് പനീർ ഉണ്ടാക്കുന്നൊന്നും ആരും ഇനി പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പോൾ അതിങ്ങനെ പിരിച്ചെടുത്തിട്ട് നമുക്ക് അതിനെ ഒന്ന് സീവ് ചെയ്ത് കറക്റ്റായിട്ട് നമുക്ക് നല്ല ഉണ്ടയൊക്കെ കിട്ടുന്ന പരുവുണ്ടല്ലോ തുണിക്കകത്തൊക്കെ ഇട്ട്, അങ്ങനെ ആദ്യം ഞാൻ ചെയ്തെടുക്കായിരുന്നു. പക്ഷെ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം പിള്ളേർ നല്ല അലമ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത്. അതാണ് ഇങ്ങനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം അതേ ജാറിൽ തന്നെ കുറച്ച് പഞ്ചസാരയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പനീർ പോലത്തെ പാലിൻ്റെ കട്ടയും ബാക്കി അമൂലിൻ്റെ ഒരു ഫ്രഷ് ക്രീമും. അപ്പോൾ ഫ്രഷ് ക്രീം ഞാൻ ഫ്രിഡ്ജിൽ ആദ്യമേ എടുത്ത് വെച്ചു. അതൊരു മണ്ടത്തരയിപ്പോയി, അതുകൊണ്ട് വെള്ളം ക്രീമും സെപ്പറേറ്റ് വന്നത്. എന്നാലും ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് എടുത്തത് ഇങ്ങനെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്തതിന് ശേഷം ഇത് നമുക്കൊരു സെക്കൻഡ് ലെയറായിട്ട് നമ്മൾ മറ്റേത് അതുവരെ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഒന്ന് റെഫ്രിജറേറ്റ് ചെയ്തതിൻ്റെ മണ്ടയിലോട്ടാണ് സെക്കൻഡ് ലെയറായിട്ട് ഇതിടുന്നത്. എന്നിട്ട് അതൊന്ന് ഡാബ് ചെയ്ത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മളിതൊരു 2 മണിക്കൂറത്തേക്കോ അല്ല കുറച്ച് സമയത്തേക്ക് ഇതൊന്ന് ഫ്രീസ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇന്നാൾ ഞാനൊരു ബ്രൗണി ഉണ്ടാക്കിയായിരുന്നു. എൻ്റെ റെസിപ്പി ഇടാൻ മറന്നുപോയി തോന്നുന്നു. അപ്പോൾ അതിന് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, അതും ബട്ടറും ഫ്രഷ് ക്രീമോട് ചേർത്തൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ട് അതാണ് നമ്മൾ 3rd ലെയറായിട്ട് കൊടുക്കുന്നത്. എനിക്കിത് ഉണ്ടാക്കിയപ്പോൾ മുഴുവൻ നമ്മൾ ഡ്രീം കേക്ക് ഉണ്ടാക്കാൻ മെനക്കെട്ട ആ ഒരു ഇതാണ്. പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് എൻ്റർലി ഡിഫറെൻ്റ് ആണ് കേട്ടോ. എന്നിട്ട് ഇത് നമ്മളൊരു 2 മണിക്കൂർ കല്ലു കാശി എന്തോ വെയിറ്റ് ചെയ്യുവാ? ഹാപ്പി ടൂറ്റൂരോ? തരട്ടെ? മൊത്തം നിനക്ക് തിന്നാനാണോ? അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്ത് ഞങ്ങൾ അങ്ങ് തിന്ന് തീർത്തു എന്ന് തന്നെ പറയാം. 1.5 ദിവസം കൊണ്ട് ആ സാധനം കാലിയായി. പിള്ളേർ രണ്ടുമാണ് കൂടുതൽ തിന്നത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കണ്ട. ടാറ്റാ, ബൈ ബൈ, സീ യു.